ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ സെല്ലുകളെ കുറിച്ചാണ്. ഒരു സെല്ല്, അതിന്റെ EMF, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ സെല്ലുകളുടെ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഒരു സെല്ല് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു ചെറിയ ചർച്ച നടത്താം. നമുക്ക് സാധാരണ ഇലക്ട്രോലൈറ്റിക് സെല്ലുകൾ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഒരു സെല്ലിന്റെ ഭാഗം? ഒരു സെല്ലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തില് ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തിട്ടുണ്ടാവും. ആ ഇലക്ട്രോലൈറ്റിൽ 2 ഇലക്ട്രോഡുകൾ ഡിപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ 2 ഇലക്ട്രോഡുകളും ഒരു ഇലക്ട്രോലൈറ്റും ചേർന്ന സംവിധാനത്തിനെ വിളിക്കുന്ന പേരാണ് സെല്ല്. ഇലക്ട്രോലൈറ്റിക് സെല്ലാണ് ഇപ്പൊ എക്സാമ്പിൾ. അതിൽ ഒരു ഇലക്ട്രോണിനെ ആനോഡ്, മറ്റേ ഇലക്ട്രോണിനെ കാത്തോഡ് എന്നൊക്കെ നമ്മൾ വിളിക്കും. പോസിറ്റീവ് ഇലക്ട്രോഡ് ആനോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡ് കാത്തോഡ് എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ പിന്നീട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും. എന്താണെങ്കിലും ഇതാണ് ജനറൽ ആയിട്ട് ഒരു സെല്ലിന്റെ സ്ട്രക്ചർ. നമ്മളതൊരു സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊന്നും വരയ്ക്കില്ല, പകരം നമ്മൾ എങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കും അല്ലെ ഒരു സെല്ല്. ആ സെല്ലിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനായിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോ അതില് കറണ്ട് എങ്ങനെയാ പോവുക? കറണ്ട് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന്, പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പുറത്തേക്ക് ഒഴുകി എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ പോയി അങ്ങനെ തിരിച്ച് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് തിരിച്ചു വരും അല്ലെ. ഇപ്പോഴാണ് നമ്മൾ പറയാ സർക്യൂട്ട് ക്ലോസ്ഡ് ആയി എന്ന് പറയും. ഇങ്ങനെ പോസിറ്റീവ് നിന്ന് പുറത്തേക്ക് ഇറങ്ങി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൂടെ കയറി പോയി നെഗറ്റീവ് ടെർമിനലിൽ എത്തിയ കറണ്ട് സർക്യൂട്ട് ക്ലോസ്ഡ് ആവണമെങ്കിൽ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന്, അപ്പൊ ഇത് നെഗറ്റീവ് ടെർമിനലാണെന്നും പോസിറ്റീവ് ടെർമിനലാണെന്നും വിചാരിച്ചോളാം. അപ്പൊ തിരിച്ച് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് അതേ കറണ്ട് തന്നെ എന്ത് ചെയ്യണം? പോസിറ്റീവ് ടെർമിനലിലേക്ക് സെല്ലിന്റെ ഉള്ളിലൂടെ ഒഴുകണം. അതായത് ഇതിന്റെ ഉള്ളിലൂടെ കറണ്ട് ഒഴുകണം. അതായത് നമുക്ക് ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒഴുകുക എന്നുള്ളതിനെ നമുക്ക് ഇവിടെ അങ്ങനെ തൽക്കാലം കാണിക്കാം. ഇങ്ങനെ ഒഴുകണം. I എന്നുള്ള കറണ്ട് ഇങ്ങനെ ഒഴുകും. പുറത്തുകൂടെ I എന്നുള്ള കറണ്ടാണ് ഒഴുകിയതെങ്കിൽ ഉള്ളു കൂടെയും അതേപോലെ കറണ്ട് ഒഴുകണം. അപ്പൊ ഒരു സെല്ലിന്റെ ക്ലോസ്ഡ് സർക്യൂട്ട് ആവുന്ന സമയത്ത്, അതായത് കറണ്ട് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത്, അതായത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നാണ് കറണ്ട് പുറത്തേക്ക് വരിക, നെഗറ്റീവ് ടെർമിനലിന്റെ ഉള്ളിലേക്ക് കറണ്ട് കയറും. ആ സർക്യൂട്ട് ക്ലോസ്ഡ് ആവാൻ വേണ്ടി നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക്, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് സെയിം കറണ്ട് ഒഴുകും. ഇങ്ങനെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് സെല്ലിന്റെ ഉള്ളിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ സെല്ലിന്റെ ഉൾഭാഗം, ആരൊക്കെ സെല്ലിന്റെ ഉൾഭാഗം? ഈ 2 ഇലക്ട്രോഡ്, അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോലൈറ്റ്, ഇവരൊക്കെ കൂടിയിട്ട് ഒരു തടസ്സം ഉണ്ടാക്കും കറണ്ടിന് പോകുന്നതിനെ. ആ തടസ്സത്തിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിച്ച ആദ്യത്തെ വാക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ്. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? ഉപയോഗിക്കുന്ന അക്ഷരം സാധാരണ സ്മോൾ r ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസ്, ഈ സെല്ലിന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസിനെ. നമുക്ക് തൽക്കാലം അത് ചിത്രത്തിൽ ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഇതൊക്കെ കൂടിയതാണ് സെല്ല് കേട്ടോ. അപ്പൊ സെല്ലിന്റെ EMF E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്, കറണ്ട് പുറത്തേക്ക് എടുത്തത് I ആണ്, പുറത്തുള്ള റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് ഞാൻ ഇവിടെ പുറത്താണ് കാണിച്ചിരിക്കുന്നെങ്കിൽ ഇതൊക്കെ കൂടിയതാണ് നമ്മളെ സെൽ. അപ്പൊ ഉള്ളിലാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്, സൗകര്യത്തിന് പുറത്ത് കാണിച്ചു മാത്രം ഇതേപോലെ. അപ്പോ വാട്ട് ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ്? ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സെൽ ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. സെല്ലിലൂടെയുള്ള കറണ്ടിന്റെ ഒഴുക്കിനെ തടയുന്ന സെല്ലിന്റെ സ്വഭാവത്തിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അത് എവിടെയാണ് കറണ്ട് എങ്ങനെ പാസ് ചെയ്യുക? സെല്ലിന്റെ പുറത്ത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്കാണ്, ഉള്ളില് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ്. അപ്പൊ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് പോകുന്ന കറണ്ടിനെ സെല്ലിന്റെ ഉൾഭാഗം തടയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഉപയോഗിക്കുന്ന അക്ഷരം സ്മോൾ r ആണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ടോപ്പിക്കിലൊക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടിങ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ? ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? വളരെ ക്ലിയർ ആണ്. 1, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്, നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോലൈറ്റിന്റെ സ്വഭാവം. 2, നേച്ചർ ഓഫ് ഇലക്ട്രോഡ്സ്, നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഇലക്ട്രോഡുകളുടെ സ്വഭാവം. 3, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്, ഇലക്ട്രോഡ്സിനിടയ്ക്കുള്ള ദൂരം. 4, സർഫസ് ഏരിയ ഓഫ് ദ ഇലക്ട്രോഡ്സ്, ആ ഇലക്ട്രോഡ്സിന്റെ ഏരിയ, ആ ഇലക്ട്രോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്ലേറ്റുകളുടെ സർഫസ് ഏരിയ. 5, ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റിന്റെ ടെമ്പറേച്ചർ. 6, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, നമ്മൾ പുറത്തു കൊടുത്തുള്ള റെസിസ്റ്റൻസുമായിട്ടും ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസിന് ബന്ധമുണ്ടാവും. അപ്പൊ ഞാൻ 6 കാര്യങ്ങൾ പറഞ്ഞു. 1, ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 6 ഫാക്ടേഴ്സ്. 1, നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. 2, നേച്ചർ ഓഫ് ദി ഇലക്ട്രോഡ്സ്. 3, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. 4, സർഫസ് ഏരിയ ഓഫ് ദി ഇലക്ട്രോഡ്സ്. 5, ടെമ്പറേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ആൻഡ് 6, external resistance. What is internal resistance? The resistance offered by the cell
to the flow of current through it from negative terminal to positive terminal is called internal resistance of the cell. അപ്പൊ ഇത്രയും പറഞ്ഞ ഫാക്ടേഴ്സും പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഇക്വേഷൻസ് എഴുതാൻ ശ്രമിക്കാം. നമുക്കറിയാം കറന്റ് I is equal to EMF by total resistance ആണ്. EMF by total resistance. നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന സെല്ലിന്റെ EMF E ആണ്. ആരാണ് EMF? നമുക്കൊന്നുകൂടി ഡിഫൈൻ ചെയ്യാൻ വരാൻ പോകണം. അപ്പൊ തൽക്കാലം EMF E ആണ്. മുമ്പ് പറഞ്ഞിട്ട് നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ കറന്റ് വലിക്കാത്ത സമയത്തുള്ള പോസിറ്റീവിനും നെഗറ്റീവിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിൽ EMF ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് ഇപ്പൊ ഈ സർക്യൂട്ട് നോക്കൂ. ഇതിൽ ആരൊക്കെയാ ടോട്ടൽ റെസിസ്റ്റൻസ്? ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറും ഉണ്ട്, പിന്നെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്മോൾ ആറും ഉണ്ട്. എന്റെ ചോദ്യം, എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഇന്റേണൽ റെസിസ്റ്റൻസും എങ്ങനെയാണ്, സീരീസിലാണോ പാരലാണോ ഈ ചിത്രപ്രകാരം നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? വളരെ ക്ലിയർ ആണ്. കറന്റ് ത്രൂ ദ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഈസ് സെയിം ആസ് ദ കറന്റ് ത്രൂ ദ ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലേ? ഇതേ കറന്റ് തന്നെയല്ലേ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയത്? ഇവിടെ കറന്റ് ഇങ്ങനെ വന്ന് ഈ ഐ ഇങ്ങനെ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി അതേ കറന്റ് തന്നെയാണ് ഇവിടെ ഇതിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തത്. അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടിയും എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൂടിയും പാസ് ചെയ്ത കറന്റ് സെയിം ആണ്. കുറെ റെസിസ്റ്റൻസുകൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അവരിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന കറന്റ് സെയിം ആണെങ്കിൽ അവർ എന്ത് കണക്ഷൻ ആവാം? യെസ്, ദേ ആർ ഇൻ സീരീസ് കണക്ഷൻ. അപ്പോ വളരെ ക്ലിയർ ആണ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസും ഇന്റേണൽ റെസിസ്റ്റൻസും ഓൾവേസ് ഇൻ സീരീസ് ആണ്. ഇവിടെ ഞാൻ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കുറെ റെസിസ്റ്റൻസുകൾ ഇവിടെ സീരീസ് പാരലായിട്ടൊക്കെ പിന്നെ കൊടുക്കാം. ഇപ്പൊ തൽക്കാലം നമ്മൾ ചിത്രത്തിൽ ഒറ്റ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൊടുത്ത് ആകെ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആണ്. ഈ ആകെ ടോട്ടൽ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനായിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്മോൾ ആർ എന്താണ്? സീരീസിലാണ്. Therefore, total resistance of the circuit is external resistance plus internal resistance. Clear ആയല്ലോ? അപ്പൊ internal resistance is always in series with external resistance. Why? Because the same current passes through the internal resistance and external resistance. Clear? അപ്പൊ EMF by total resistance. എപ്പോഴും കറന്റിന്റെ ഫോർമുല കറന്റ് is equal to total EMF divided by total resistance. ഈ ഫോർമുല എപ്പോഴും ഓർമ്മയിൽ വെച്ചോളാം. ഇവിടെ ഇപ്പൊ നമ്മൾ ഒരു സെല്ല് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ടോട്ടൽ EMFന്റെ സ്ഥാനത്ത് EMF E എന്ന് എഴുതിയാണ്. ടോട്ടൽ റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസുകളൊക്കെ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് സീരീസും പാരലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൺസിഡർ ചെയ്യണം. അതിനോടുകൂടി പ്ലസ് ആരെയും കൂടി കൂട്ടണം? ഇന്റേണൽ റെസിസ്റ്റൻസിനും കൂടി കൂട്ടണം. സോ I is equal to E divided by R plus R. തിരിച്ചൊന്ന് ഇക്വേഷൻ എഴുതിയാൽ E is equal to ഇത് ഇങ്ങോട്ട് പോയാൽ I into R plus R. ക്ലിയർ? സോ ദാറ്റ് ബിക്കംസ് E is equal to IR. ഞാൻ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ IR plus IR. ഓക്കെ, വാട്ട് ഈസ് IR? I എന്നുള്ള കറന്റ് R എന്ന് പറയുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കൂടെ പാസ് ചെയ്യുമ്പോൾ IR ഈസ് അക്കോർഡിംഗ് ടു ഓംസ് ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ? V അല്ലേ? ദാറ്റ് ഈസ് ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V. സോ E ഇസ് ഈക്വൽ ടു V. IR ന്റെ സ്ഥാനത്ത് V എന്ന് എഴുതാം പ്ലസ് IR. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഓർ തിരിച്ചെഴുതിയാൽ V ഇസ് ഈക്വൽ ടു E മൈനസ് IR. ഇതൊക്കെ ഓർമ്മയിൽ വെച്ചോളൂ. ഇത് ഇമ്പോർട്ടന്റ് ഫോർമുല. ഈ ബോക്സിലിട്ട ഫോർമുലകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഇതില് V? ആ വീനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടെർമിനൽ PD is V. What is terminal PD? Terminal PD is the potential difference across the external resistance. External resistance across ഉള്ള ടെർമിനൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ PD. അതായത് കറന്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു ലോഡിലൂടെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസിലൂടെ കറന്റ് പാസ് ചെയ്യുമ്പോൾ ആ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ PD. അപ്പൊ നോക്കൂ, ഈ ഇക്വേഷനിൽ ഈഫ് കണ്ടീഷൻ കൊടുക്കാൻ, ഈഫ് I equal to 0, കറന്റ് ഒന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. കറന്റ് പുറത്തേക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് സർക്യൂട്ട് ഈസ് ഓപ്പൺ സർക്യൂട്ട്, സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ I 0 നമുക്ക് ക്ലിയർ ആയി V is equal to E. So EMF is equal to terminal potential difference when no current is drawn from the cell. ക്ലിയർ ആയി? ആദ്യം പറഞ്ഞ ഡെഫിനിഷനിലേക്ക് എത്തി. എന്താ പറഞ്ഞത്? കറന്റ് പുറത്തേക്ക് എടുക്കാത്ത സമയത്ത് I is equal to 0 കൊടുത്താൽ ഇക്വേഷനിൽ V is equal to E ആവും. ദാറ്റ് ഈസ് E is equal to V ആവും. EMF is equal to terminal potential difference when no current is drawn from the cell. അപ്പൊ EMFന്റെ ഡെഫിനിഷൻ മനസ്സിലായല്ലോ. അപ്പൊ EMF എന്ന് പറഞ്ഞാൽ കറന്റ് പുറത്തേക്ക് എടുക്കാത്ത സമയത്തുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറന്റ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. EMF ആണ് കോസ്, കാരണക്കാരൻ EMF ആണ്. ആൻഡ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ ഇഫക്ട്. ഡിഫറൻസ് ചോദിക്കും ഇതൊക്കെ. അപ്പൊ EMF ഈസ് ദ കോസ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ ഇഫക്ട്. EMF does not depend on external resistance. പുറത്തുള്ള റെസിസ്റ്റൻസിനായിട്ട് EMFന് ബന്ധം ഉണ്ടാവില്ല. ആ സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കുക. EMFും ടെർമിനൽ PDയും തമ്മിലുള്ള ബന്ധവും വ്യത്യാസവും ഓർമ്മിക്കുക. ഇനി ഞാൻ അടുത്തൊരു ടേമിനെ പറയാം. വാട്ട് ഈസ് IR? ഈ IR നെ നോക്കൂ. ദാറ്റ് IR
is called lost volt. Lost volt എന്ന് പറയും, നഷ്ടപ്പെട്ട പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസിലൂടെ ഐ കറന്റ് പാസ് ചെയ്തു, സ്മോൾ ആർ ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്കിൽ അതിനെ ക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ല ഐ ഇൻറ്റു സ്മോൾ ആർ. അതിനെ പറയുന്ന പേരാണ് ലോസ്റ്റ് വോൾട്ട്. ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് across the internal resistance of the cell is called lost volt. അതും പരീക്ഷയ്ക്ക് 1 മാർക്കിനൊക്കെ പണ്ട് ഹാഫ് ഇയർലി ക്വാർട്ടർലികളിലൊക്കെ ചോദിച്ചതാണ്. ലോസ്റ്റ് വോൾട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഐ ഇൻറ്റു സ്മോൾ ആർ, വേർ ഐ ഈസ് കറന്റ് ആൻഡ് സ്മോൾ ആർ ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. ക്ലിയർ ആയല്ലോ? ഇതാണ് ഒരു സെല്ല് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, കറന്റ് ഇങ്ങനെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള ഇക്വേഷൻ ആണ് ടെർമിനൽ പി ഡി ഈക്വൽ ടു EMF മൈനസ് ലോസ്റ്റ് വോൾട്ട്. ഇനി സെല്ല് ചാർജ് ചെയ്യുന്ന സമയത്ത്, ചാർജിങ് ആണ് ഒരു സെല്ലിൽ നടക്കുന്നതെങ്കിൽ, നമ്മൾ ഒരു ബാറ്ററിനെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇക്വേഷൻ തിരിച്ചാണ്, V is equal to E plus IR. അപ്പൊ ലോസ്റ്റ് വോൾട്ടിന് പകരം അത് നമ്മൾ അങ്ങോട്ട് ചാർജ് ചെയ്യാം. അപ്പൊ ഡ്യൂറിംഗ് ചാർജിങ് EMF പ്ലസ് ലോസ്റ്റ് വോൾട്ട് ആണ് ടെർമിനൽ പി ഡി. ഡ്യൂറിംഗ് ഡിസ്ചാർജിങ്, കറന്റ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ടെർമിനൽ പി ഡി is equal to EMF മൈനസ് ലോസ്റ്റ് വോൾട്ട് ആണ്. ഇത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയിട്ട് ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഈ ഒരു ടോപ്പിക് നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കയറുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് സെല്ലുകളുടെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ നമ്മൾ ചെയ്യാൻ പോകും. സെല്ലുകളെ നമുക്ക് റെസിസ്റ്റൻസുകളെയും കപ്പാസിറ്റൻസുകളെയൊക്കെ പോലെ സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കമ്പൈൻ ചെയ്യാം. അപ്പൊ ആദ്യത്തെ കോമ്പിനേഷൻ സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷൻ ചർച്ച ചെയ്യാം. സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഇപ്പൊ തൽക്കാലം ഞാൻ 2 സെല്ലുകളെ കാണിക്കണം. ആദ്യത്തെ സെല്ല്, അയാളുടെ EMF E1, അയാളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1, ഇങ്ങനെ കാണിക്കുള്ളൂ. രണ്ടാമത്തെ സീരീസ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം കൊടുക്കേണ്ടത്? ഒരാളുടെ നെഗറ്റീവിനോട് മറ്റേ പോസിറ്റീവ് തന്നെ കൊടുക്കണം. ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതിനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയും. അപ്പൊ രണ്ടാമത്തെ ആളുടെ പോസിറ്റീവ് കൊടുത്തു, നെഗറ്റീവ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്നത്, അപ്പൊ ഞാൻ 2 പോയിന്റുകൾ കാണിച്ചു. A, ഇവിടെ ഒരു പോയിന്റ് എടുക്കാം B, ഇവിടെ ഒരു പോയിന്റ് എടുക്കാം C. അപ്പൊ എക്കും സിക്കും ഇടയ്ക്ക് ഞാൻ 2 സെല്ലുകൾ E1 R1 ഉള്ളതും അതുപോലെ തന്നെ E2 R2. E1 ആണ് E2 ആണ് അവരുടെ EMFകൾ, R1 ഉം R2 ആണ് അവരുടെ ഇന്റേണൽ റെസിസ്റ്റൻസുകൾ. അവരെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എക്കും സിക്കും ഇടയ്ക്കാണ്. അതിൽ എക്കും ബിക്കും ഇടയ്ക്കാണ് ആദ്യത്തെ സെല്ല്, ബിക്കും സിക്കും ഇടയ്ക്കാണ് രണ്ടാമത്തെ സെല്ല്. ഇതിന് ഈക്വലന്റ് ആയിട്ടുള്ള ചിത്രം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. എ അതേപോലെ തന്നെ ഉണ്ട്, ഒറ്റ സെല്ലിനെ കാണിച്ചു, എന്നിട്ട് സിയും കാണിച്ചു. ലെറ്റ് ഐ ബി ദ കറന്റ്. നോക്കൂ, സീരീസ് കണക്ഷൻ ആവുമ്പോൾ കറന്റ് ഇസ് സെയിം, നമ്മൾ റെസിസ്റ്റൻസിൽ പറഞ്ഞ അതേപോലെ തന്നെ. അപ്പൊ ഐ ആണ് നമ്മളുടെ കറന്റ് എന്ന് വിചാരിക്കുക. അപ്പൊ അതേ കറന്റ് തന്നെയാണല്ലോ ഇങ്ങനെയും പാസ് ചെയ്യുക. അപ്പൊ ഐ ആണ് കറന്റ്. നമുക്ക് നോക്കാം, എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും വരിക? VAB എന്നുള്ളത് നമുക്കറിയാവുന്ന ഫോർമുല. V is equal to, നേരത്തെ എഴുതിയത് എന്തായിരുന്നു? V is equal to E minus IR. കറന്റ് ഡ്രോ ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇറങ്ങി ടെർമിനൽ PD is equal to EMF മൈനസ് കറന്റ് ഇൻറ്റു ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എക്കും ബിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ 2 പോയിന്റുകൾക്ക് ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അവിടുത്തെ സെല്ലാരാണ് E1 ആണ്, EMF മൈനസ് കറന്റ് I ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R1 ആണ്. ക്ലിയർ ആയല്ലോ? സിമിലർലി ബിക്കും സിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നോക്കൂ. VBC is equal to എന്താ എഴുതാൻ പറ്റുക? E2 മൈനസ് IR2 എന്ന് എഴുതാം. അപ്പൊ ബിക്കും സിക്കും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കിട്ടി, എക്കും ബിക്കും ഇടയ്ക്കുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും കിട്ടി, കറന്റ് വലിച്ചെടുക്കുന്ന സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. Therefore ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് സി, എക്കും സിക്കും ഇടയ്ക്കുള്ള ആകെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താവും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, കൂട്ടി കൂട്ടി പോവാ. സോ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAC is equal to VAB പ്ലസ് VBC. ശരിയാണല്ലോ? VAC is equal to എന്താ കിട്ടുക? VAB യുടെ സ്ഥാനത്ത് E1 മൈനസ് IR1 പ്ലസ് E2 മൈനസ് IR2. ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ VAC ഈക്വൽ ടു E1 പ്ലസ് E2 ഞാൻ ഒന്നിച്ചാക്കി. ഓക്കെ, മൈനസ് ഓഫ് രണ്ടാക്കാരി മൈനസ് കോമൺ ഫാക്ടർ പുറത്തേക്ക് എടുത്തു, I കോമൺ പുറത്തേക്ക് എടുത്തു, ബ്രാക്കറ്റിൽ R1 പ്ലസ് R2. ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതിന് പകരം ഒറ്റ ഈക്വലന്റ് ഡയഗ്രം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് പ്രകാരം VAC is equal to വളരെ ക്ലിയർ ആണ്. ഈ സെല്ലിന്റെ EMF E ആണെന്ന് വിചാരിക്കുക, അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ ആണെന്ന് വിചാരിക്കുക. സോ E മൈനസ് എന്തായിരിക്കും വരിക? IR. ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ നമ്പർ 2, വേർ E is total EMF or effective EMF and small r is total internal resistance of the combination. So comparing 1 and 2, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആണ്. E മൈനസ് IR ഈക്വൽ ടു E1 plus E2 minus of I into R1 plus R2. Clear right? So comparing total EMF in series connection, വേണമെങ്കിൽ നമുക്ക് എഴുതാം E series
ഈക്വൽ ടു എന്താ വരിക അതിന്റെ സ്ഥാനത്ത് E1 പ്ലസ് E2. രണ്ട് സെല്ലുകൾ സീരീസ് ആയിട്ട് കൊടുത്താൽ EMF കൂട്ടി പോവും E1 പ്ലസ് E2. ആൻഡ് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് R സീരീസ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയത് ഈ ആറിന്റെ സ്ഥാനത്ത് ഇവിടെ R1 പ്ലസ് R2. ഓക്കെ, ഇനി n സെല്ലുകൾ ഉണ്ട് വിചാരിക്കുക. ഇഫ് ദർ ആർ n cells, each of EMF E when connected in series, ES is equal to E plus E plus E plus E plus ഒക്കെ വരും. So NE important formula. So internal resistance RS is equal to NR. ഓർമ്മയിൽ വെച്ചു. അപ്പൊ നമുക്ക് സീരീസ് കോമ്പിനേഷൻ ഓഫ് നമ്മുടെ സെല്ലുകൾ കൊടുത്താൽ EMF കൂടി പോവും, ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടി പോവും. ഈക്വേഷൻസ് ഒക്കെ ഓർമ്മയിൽ വെക്കാം. ഓക്കെ, നമ്മൾ പാരലൽ കോമ്പിനേഷനിലേക്ക് പോവാം. നമ്മൾ ഇതേപോലെ രണ്ട് സെല്ലുകൾ പാരലൽ ആയിട്ടാണ് കമ്പൈൻ ചെയ്തതെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് വേഗം നോക്കാം. രണ്ട് സെല്ലുകൾ E1 EMF, R1 ഇന്റേണൽ റെസിസ്റ്റൻസ്, മറ്റാള് E2 EMF, R2 ഇന്റേണൽ റെസിസ്റ്റൻസ്. രണ്ടാൾക്കാർ പാരലൽ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കുക? രണ്ടാൾക്കാരുടെയും പോസിറ്റീവുകൾ ഒരേ പോയിന്റിലേക്ക്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. രണ്ടാൾക്കാരുടെയും നെഗറ്റീവുകൾ ഒരേ പോയിന്റിലേക്ക്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഇനി നമുക്ക് ഇങ്ങനെ കൊടുക്കാം. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് പോയിന്റ് A C, നേരത്തെ അതേപോലെ തന്നെ I എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് വരും. ഇങ്ങനെ അവിടെ നല്ല പുറത്തേക്ക് വരിക. അപ്പൊ ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് I1, ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് I2. ഇയാള് E1 R1, ഇയാളുടെ EMF E2, അയാളുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് R2. കറണ്ട് ഇത് അങ്ങനെ ഉള്ളിലേക്ക് കയറി. I1 I2. ഏറെ മാർക്കുകളൊക്കെ ശ്രദ്ധിക്കാട്ടോ. പോസിറ്റീവിന് പുറത്തേക്ക്, നെഗറ്റീവിന്റെ ഉള്ളിലേക്ക്. അപ്പൊ എക്കും സിക്കും ഇടയ്ക്കാണ് നമ്മൾ രണ്ട് സെല്ലുകളെ ഈ പറഞ്ഞ പോലെ പാരലൽ കൊടുത്തിരിക്കുന്നത്. നോക്കുക, ഇയാളുടെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാവും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഫസ്റ്റ് സെല്ലിന് അക്രോസ് ഉള്ള രണ്ടാൾക്കാരും പാരലായിട്ട് കൊടുത്താൽ മുമ്പ് പഠിച്ച പോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം. രണ്ടാൾക്കാർക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആവണം. അപ്പൊ ആദ്യത്തെ ആൾക്ക് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. V is equal to എന്താ നമ്മുടെ ഫോർമുല? E മൈനസ് IR തന്നെ. സോ E1 മൈനസ് I1, കാരണം കറണ്ട് ഒക്കെ വ്യത്യാസമായി. കറണ്ട് ഈസ് ഷെയർഡ്, ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് സെയിം. പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് പോലെ തന്നെ. അപ്പൊ I1 ഇന്റേണൽ റെസിസ്റ്റൻസ് R1. ഇതിൽ നിന്ന് നമുക്ക് I1 തിരിച്ചെഴുതി വെക്കാലോ. സോ I1 is equal to E1 മൈനസ് V ഡിവൈഡഡ് ബൈ R1. ഇനി രണ്ടാമത്തെ സെല്ലിന്, സെക്കൻഡ് സെല്ല് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ നോക്കിയാലോ അപ്പോഴും പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം തന്നെയാണ്. കാരണം എന്താ? ദേ ആർ പാരലൽ. സോ V is equal to ഇതേപോലെ നമുക്ക് എഴുതാം E2 മൈനസ് I2 R2 or I2 is equal to E2 മൈനസ് V divided by R2. അപ്പൊ I1ന്റെ എക്സ്പ്രഷനും കിട്ടി, I2ന്റെ എക്സ്പ്രഷനും കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കറണ്ട് എന്തായിരിക്കും വരിക? ടോട്ടൽ കറണ്ട്, ഈ പറഞ്ഞ ടോട്ടൽ കറണ്ട് ഇതൊക്കെ കൂടിയിട്ടാണ് I എന്നുള്ള കറണ്ട് ആയി മാറിയത്. ആരൊക്കെയാണ്? I1ഉം I2ഉം കൂടി I ആയിട്ട് മാറി. സോ I is equal to I1 പ്ലസ് I2. സോ I is equal to, നോക്കുക, I1ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. E1 മൈനസ് V ബൈ R1 പ്ലസ് E2 മൈനസ് V ബൈ R2. ശ്രദ്ധിച്ചു നോക്കാം. സോ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ I is equal to E1 ബൈ R1 പ്ലസ് E2 ബൈ R2. ഞാൻ ഇവരെ ഒന്നിച്ചാക്കി. മൈനസ് ഓഫ് V കോമൺ ഫാക്ടർ ആണ്. V ഇൻറ്റു 1 ബൈ R1 പ്ലസ് 1 ബൈ R2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചെഴുതാണ്. Therefore V into 1 by R1 plus 1 by R2 equal to ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങോട്ട് പോയി. E1 by R1 plus E2 by R2 minus I. ശരിയാണല്ലോ? ആ ഇക്വേഷനെ നമ്മൾ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഓക്കെ, നോക്കുക. സോ V is equal to ഇതങ്ങനെയാണ് കൊണ്ടുപോവാ. സോ E1 by R1 plus E2 by R2 ഹോൾ ഇൻറ്റു ഇവിടെ വരിക R1 R2 by R1 plus R2 വരിക. അപ്പൊ തിരിച്ചങ്ങോട്ട് പോകുമ്പോ R1 plus R2 by R1 R2 എന്നാവും. മനസ്സിലാവുണ്ടോ? 1 by R1 plus 1 by R2 എന്ന് പറഞ്ഞാൽ R1 R2 by R1 plus R2. അല്ല, അങ്ങോട്ടാ കൊണ്ടുപോകുമ്പോ R1 തിരിച്ച് ഇവിടെ വരിക എന്തായിരിക്കും? R1 plus R2 by R1 R2. ഇത് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ R1 R2 by R1 plus R2 എന്നായിട്ട് മാറും. ഇത് അങ്ങോട്ട് പോകുമ്പോ 1 by R1 plus 1 by R2 is R1 plus R2 by R1 R2. ആ സൈഡിലേക്ക് അത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ V മാത്രം നിർത്തി റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് പോകുമ്പോൾ തല തിരിയും. സോ R1 R2 by R1 plus R2 അപ്പുറത്തേക്ക് എത്തും. മൈനസ് I into R1 R2 by
R1 plus R2 അങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, ഒന്നുകൂടി വൃത്തിയാക്കി എഴുതിയാൽ V is equal to E1, നോക്കുക ഈ R1 R2 R1 ആൻഡ് വെട്ടിപ്പോവും. E1 R2 പ്ലസ് E2 by R2 R2 വെട്ടിപ്പോയാൽ E2 R1 നല്ല ശ്രദ്ധിക്കണം, ഡിവൈഡഡ് ബൈ R1 plus R2 ഉണ്ട്. R1 plus R2 മൈനസ് I into R1 R2 by R1 plus R2. നമുക്കറിയാം അതിന്റെ കോമൺ ഇക്വേഷൻ ഒറ്റ ചിത്രമായിട്ട് മാറ്റി കഴിഞ്ഞാൽ ഈ പോയിന്റ് എങ്ങനെയായിട്ട് മാറും? സെല്ല് ഇ ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്, കറന്റ് I ആണ്, നമ്മളെ പോയിന്റ് എയും സിയും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ V is equal to നമ്മൾക്ക് അറിയാവുന്ന ഇക്വേഷൻ E സമം V is equal to E minus IR. ഇക്വേഷൻ നമ്പർ 2 and this is equation number 1. Comparing these two equations, ന്റെ സ്ഥാനത്ത് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ EP is equal to എന്താ അവിടെ സ്ഥാനത്ത് വന്നത്? E1 R2 plus E2 R1 by R1 plus R2. Clear? And R parallel is equal to ഇവിടെ ഈ R പാരലലിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാ? Rന്റെ സ്ഥാനത്ത് R1 R2 by R1 plus R2. ഒരു ഡെറിവേഷൻ ആണ്. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇത്രയെങ്കിലും ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് പാരലൽ കോമ്പിനേഷന്റെ കിട്ടി. ഇനി അതിന്റെ സ്പെഷ്യൽ കേസ് നമുക്ക് ചർച്ച ചെയ്യാം. അതിന്റെ സ്പെഷ്യൽ കേസ് എന്താ വരിക? ഇഫ് ദർ ആർ n സെൽസ്, കുറെ സെല്ലുകളുണ്ട്. ഇഫ് ദർ ആർ n സെൽസ് ഈച്ച് ഓഫ് EMF E when connected in parallel, EP is equal to, ശ്രദ്ധിച്ചോളൂ, E തന്നെയാണ്. E by n ഒന്നും എഴുതരുത്, E തന്നെയാണ്. നമുക്ക് രണ്ട് സെല്ലുകളും ഒരേ EMF ആണെങ്കിൽ നോക്കി നോക്കൂ, ഒരേ ഇന്റർണൽ റെസിസ്റ്റൻസും ആണെങ്കിൽ എല്ലാവരും ഇന്റർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആണ്. അപ്പൊ നോക്കൂ, ER plus ER വരും. ഇപ്പൊ 2ER by 2R, 2R ഉം 2ER, അതായത് ഇങ്ങനെ വരും, ഇങ്ങനെ വരിക 2ER by 2R. രണ്ടാക്കാരും EMF സെയിം, രണ്ടാക്കാരും ഇന്റർണൽ റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ. അപ്പൊ നോക്കൂ, 2 വെട്ടിപ്പോയി, R വെട്ടിപ്പോയി, സിമ്പിൾ E. അപ്പോ n cells each of EMF E when connected in parallel, total EMF is EP is equal to simply ഒരു സെല്ലിന്റെ EMF തന്നെയാണ്. And internal resistance is R parallel is equal to R square by 2R എന്നൊക്കെ വരും. That is R by n. ഇവിടെ ആണെങ്കിൽ R by 2, R square by 2R, that's equal to R by 2. അതിന് പകരം ഇവിടെ R by n. അപ്പൊ n cells each of EMF E and internal resistance small r when connected in parallel, the effective EMF is simply EMF of one cell, that is equal to E itself, and total internal resistance is R by n. Clear ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മളൊന്ന് ചർച്ച ചെയ്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്, ടെർമിനൽ PD എന്താണ്, ലോസ്റ്റ് വോൾട്ട് എന്താണ്, EMFും ടെർമിനൽ PD തമ്മിലുള്ള ബന്ധങ്ങൾ എന്തൊക്കെയാണ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, സെല്ലുകളുടെ സീരീസ് കോമ്പിനേഷന്റെയും പാരലൽ കോമ്പിനേഷന്റെയും ഇഫക്റ്റീവ് EMF കാണാനും അതുപോലെ തന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള വഴികളുമാണ്. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്ക് നോക്കി ചെയ്യുക. ആ പ്രോബ്ലങ്ങളൊക്കെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, കുറച്ച് വേഗത്തിലാണ് എടുത്തത്, കുറച്ച് ടഫായിട്ടുള്ള ഭാഗമാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, വീണ്ടും വീണ്ടും കാണുക. സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് EMF സെൽസുകളൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നല്ല ശ്രദ്ധയോടുകൂടി ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു, ബൈ.